ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നത് ഈ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള വിമൻ ആണ്. അപ്പം അവർക്ക് ഇത് എന്താ പറയാ ഒരു പഠിത്തം പകുതി വഴിയിൽ വെച്ച് നിന്ന് പോയ പോലെ അങ്ങനെയുള്ളവർക്ക് വീണ്ടും തുടങ്ങാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? ശരിയാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റഡി അനുസരിച്ച് 56% ഓഫ് ഓൺലൈൻ ലേണേഴ്സ് വിമണാണ്. ഒരു ഭൂരിപക്ഷവും ഹൗസ് വൈഫ്സ് ആണ്. കാരണം അവർക്ക് ആ ഒരു പീരീഡിൽ അവർക്ക് വേറെ എവിടെയും പോകണ്ട, അവരുടെ പേസിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. അവർക്ക് ക്യാമ്പസിൽ പോയി പഠിക്കേണ്ട, ഒരു സമയത്ത് ക്ലാസ്സിൽ കയറണമെന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളപ്പം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ പഠിക്കാം, അവരുടെ സമയത്ത് തന്നെ പഠിക്കാം. അപ്പം അവർക്ക് ആ ഒരു ബ്രേക്ക് വരുന്ന ഒരു ഫീലിംഗ് വരുന്നില്ല. അവിടെ കരിയർ ബ്രേക്ക് വന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പീരീഡിലൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല. ഒരുപാട് പേര് അങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് നമുക്കിത് ഒരു പരിധി വരെ നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി അത് ഇല്ലാതാക്കാം. കാരണം അത് പഠിക്കുന്നതോടുകൂടി അവർ ആ ഒരു ടൈം വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഇത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ലൈക്ക് ദേ ആർ മെൻ്റലി മോർ ആക്റ്റീവ്, മെൻ്റലി മോർ ഹെൽത്തിയാണ്.